ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശിന്റെ കാലിലെ മുറിവൊക്കെ ചാരു കെട്ടിക്കൊടുത്ത ശേഷമാണ് ഞാൻ കിടക്കുന്നത്. അങ്ങനെ ചാരുവിനോട് ആകാശ് പറയുന്നുണ്ട്, എന്നെ രാവിലെ 8:30 മണിയാവുമ്പോഴത്തേക്കും വിളിക്കണം, എനിക്ക് ഓഫീസിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് എന്ന് പറയട്ടോ. അതിന് ഞാൻ വിളിച്ചോളം അക്കുചേട്ട എന്ന് പറഞ്ഞ് ഉറങ്ങുകയാണ്. അങ്ങനെ രാവിലെ ആകുന്ന സമയത്ത് പെട്ടെന്ന് ആകാശ് ഞെട്ടി ഉണർന്ന് നോക്കുന്ന സമയത്ത് 10 മണിയാവുകയാണ്. അതോടുകൂടി ആകാശ് പെട്ടെന്ന് വെപ്രാളപ്പെടുകയാണ്. ഞാൻ ചാരുവിനോട് 8:30 വിളിക്കാൻ പറഞ്ഞതാണല്ലോ, ഇപ്പോൾ മണി 10 ഇതുവരെയും എന്നെ വിളിച്ചില്ല, ഇതെന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആകാശ് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറി വരികയാണ്. എന്നിട്ട് വെപ്രാളം പിടിച്ചുകൊണ്ട് കാല് ഞൊണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ. ആരു അശ്വതിക്കും അനുവിനും രമേശനും ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ഹേമയും ഒപ്പം തന്നെ ഉണ്ട്. അപ്പോഴാണ് ആകാശ് ഇറങ്ങി വരുന്നത് കാണുന്നത്. അപ്പോൾ അശ്വതി ചോദിക്കുകയാണ്, അല്ല ചാരു, എന്തു പറ്റി? ആകാശിൻ്റെ കാലിന് ആകാശ് കാല് ഞൊണ്ടിയിട്ടാണല്ലോ വരുന്നത്. അതോ അത് ചേച്ചി ഇന്നലെ രാത്രിയിൽ ജോലി സ്ഥലത്തേക്ക് പോയ സമയത്ത് കാലിൽ ഒരു ആണി തറച്ച് കയറിയതാണ് എന്ന് പറയട്ടോ. അങ്ങനെ ആകാശ് പുറത്തേക്ക് പോകുന്ന സമയത്ത് അക്കുചേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചാരു. അക്കുചേട്ട എന്താ ഒന്നും കഴിക്കാതെ എണീറ്റ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആകാശ് ചാരുവിനെ ദേഷ്യത്തിൽ അങ്ങ് നോക്കുകയാണ്. എന്നിട്ട് പറയണേ, നിന്നോട് ഞാൻ എന്താണ് ഇന്നലെ രാത്രിയിൽ പറഞ്ഞത്? ഞാൻ എന്നോട് പറഞ്ഞതല്ലേ എന്നെ 8:30 മണിയാകുമ്പോഴത്തേക്കും വിളിക്കണം എന്നുള്ളത്. എന്നിട്ട് നീ എന്താണ് ചെയ്തത്? എന്താ നീ ചോദിച്ചതിന് മറുപടി പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ചാരുവിന് ആകാശിൻ്റെ ആ ദേഷ്യം കാണുമ്പോൾ പേടിയോട് കൂടി നിൽക്കാൻ കേട്ടോ. നിന്നോടല്ലേ ചോദിച്ചത്, ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ? പറഞ്ഞിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നെ വിളിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാൻ വിളിക്കാൻ വേണ്ടി ആകാശേട്ടൻ്റെ അടുത്തേക്ക് വന്നതാണ്, പക്ഷേ അക്കുചേട്ടൻ ക്ഷീണിച്ചുറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല, അതാണ് ഞാൻ വിളിക്കാതിരുന്നത്. അത് ശരി, നീ എന്നെ താരാട്ടുപേട്ടി ഉറക്കാനാണോ ശ്രമിച്ചത് എന്ന് പറഞ്ഞ് ആകാശ് ദേഷ്യപ്പെടുമ്പോൾ അശ്വതി ചോദിക്കുകയാണ്, എന്താണ് ആകാശ്, നീ ഈ ഒരു ചെറിയ കാര്യത്തിനാണോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇത് ചെറിയ കാര്യമാണെന്നാണോ ചേച്ചി വിചാരിച്ചത്? ഇന്ന് എനിക്ക് ഓഫീസിൽ പോയാൽ എൻ്റെ സീറ്റ് പോലും എനിക്ക് കിട്ടില്ല. എന്താ ആകാശ് നീ ഈ പറയുന്നത്? അതെ, എനിക്കിന്ന് നേരം വൈകി ചെന്നാൽ എനിക്ക് എൻ്റെ സീറ്റ് പോലും എനിക്ക് കിട്ടില്ല, എൻ്റെ ചെയർ പോലും എനിക്ക് കിട്ടില്ല. ഇപ്പോൾ സമാധാനമായില്ലേ എന്ന് ചാരുവിനോട് ചോദിക്കുമ്പോൾ ചാരുവിന് വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഹേമ പറയണേ, എന്താടാ ആകാശ് നീ ഈ പറയുന്നത്? അവൾക്ക് സന്തോഷമാവാൻ തന്നെയല്ലേ അവൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. നിന്റെ ജോലി പോയാലും അവൾക്ക് നല്ല സന്തോഷമാവും. കാരണം അവളുടെ മനസ്സിലെ അവളുടെ വണ്ടിയുടെ പുറകെ ഇരുത്തി നിന്നെയും സാരി വിൽക്കാൻ കൊണ്ടുപോവാനായിരിക്കും. അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാവും നിന്നെ രാവിലെ 8:30 മണിക്ക് വിളിക്കാൻ പറഞ്ഞിട്ട് അവള് വിളിക്കാതിരുന്നത്. അപ്പോൾ അനു പറയാണ്, അമ്മേ, അച്ഛൻ ഇപ്പോൾ വീട്ടിലില്ല എന്ന് കരുതിയിട്ട് വെറുതെ ഓരോന്ന് വിളിച്ച് പറയണ്ട. അച്ഛൻ എപ്പോൾ വേണമെങ്കിലും കയറി വരും. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എന്താടി നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്തുണ്ടാവാനാണ്? ഒന്നും സംഭവിക്കില്ല. ഇവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? പിന്നെ അതിനൊന്നും കിട്ടില്ല. ഒരു ഭാര്യ എന്ന് പറഞ്ഞാലേ ഭർത്താവിനെ ബഹുമാനിച്ച് അവൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. പക്ഷേ ഇവളീ പറയുന്നതൊക്കെ പച്ചക്കള്ളമായിരിക്കും. ഇവളോട് നീ പറഞ്ഞതല്ലേ രാവിലെ 8:30 മണിക്ക് വിളിക്കണം എന്നുള്ളത്, അവള് വേണമെങ്കിൽ മറന്നുപോയിട്ടുണ്ടാവും. എന്നിട്ടിപ്പോൾ നീ ചോദിച്ചപ്പോൾ വെറുതെ നുണ പറയുകയായിരിക്കും എന്ന് പറയുമ്പോൾ, അല്ല അമ്മായി, ഞാൻ സത്യമായിട്ടും അക്കുച്ചേട്ടനെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്നതാണ്. അപ്പോൾ അക്കുച്ചേട്ടൻ നല്ല ക്ഷീണിച്ച് ഉറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. കാരണം ഇന്നലെ രാത്രിയിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തിയത് 6 മണിയോട് കൂടിയിട്ടാണ്. അപ്പോൾ പിന്നെ ആ ക്ഷീണിച്ച് ഉറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് നേരം വൈകി ഓഫീസിലേക്ക് പോയാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. കേട്ടപ്പോൾ ആകാശ് പറയാണ്, നീ തന്നെ അങ്ങ് എല്ലാതും അങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ. എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ എനിക്കല്ലേ അറിയൂ. നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല, വെറുതെ എൻ്റെ സമയം കളയുന്നത് എന്തിനാ എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ചാരു, അക്കുച്ചേട്ട പോവല്ലേ, ഒന്നും കഴിക്കാതെ പോവല്ലേ അക്കുച്ചേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ചാരു പെട്ടെന്ന് വെപ്രാളം പിടിച്ചുകൊണ്ട് ഓടി ചെന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഇഡ്ഡലിയൊക്കെ എടുത്തുകൊണ്ട് ഇഡ്ഡലിയും കറിയൊക്കെ എടുത്തുകൊണ്ട് നേരെ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടോ. അപ്പോൾ ആകാശിനോട് പുറകിൽ നിന്ന് വിളിക്കുകയാണ്, അക്കുച്ചേട്ട പോവല്ലേ, ഇത് കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ആകാശിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ പാത്രം അങ്ങ് വലിച്ചെറിയുകയാണ്, ഒരൊറ്റ തട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അതോടുകൂടി അതിലെ ഭക്ഷണം എല്ലാം തന്നെ താഴേക്ക് വീഴുകയാണ് കേട്ടോ. അത് കണ്ടും കൊണ്ടാണ് ബാലൻ മാഷും ഗോവിന്ദനും കൂടി വരുന്നത്. എന്നിട്ട് ആകാശ് ചാരുവിനോട് പറയണേ, നിന്നോടെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണ് മുഖ്യ വിഷയം. ഞാനിപ്പോൾ നേരം വൈകി എങ്ങനെ ഓഫീസിലെത്തും എന്നുള്ള ചിന്തയോട് കൂടി നടക്കുമ്പോൾ അവളുടെ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് പാത്രം തട്ടിത്തെറിപ്പിക്കുന്നത്. അപ്പോൾ ബാലൻ മാഷ് ആകാശ് എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചയോട് കൂടി വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ
നിൽക്കുമ്പോൾ ഗോവിന്ദൻ തടയാല, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, എന്താണ് കാര്യം എന്നുള്ളത് ആദ്യം നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഹേമക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് ആകാശ് നടന്നു വരുന്ന സമയത്ത് ബാലൻ ശ്രദ്ധിക്കുകയാണ്. ആകാശ് ഞൊണ്ടി വരുന്നത് കാണുമ്പോൾ എന്താണ് ആകാശ് നിന്റെ കാലിൽ എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്നലെ രാത്രിയിൽ ഓഫീസിന്റെ കാര്യത്തിന് വേണ്ടി പുറത്തു പോയ സമയത്ത് എൻ്റെ കാലിലൊന്ന് മുറിവ് പറ്റിയതാണ്. ക്ഷമിക്കണം അച്ഛാ, എനിക്ക് ഓഫീസിലേക്ക് പോവാനുള്ള സമയമായി എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് പോവുകയാണ്. എന്നിട്ട് ബാലൻ ചാരുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, മോളെ ചാരു, നീ ഇങ്ങനെ വിഷമിക്കരുത്, അത് അവൻ്റെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, അതിൻ്റെ ടെൻഷനിലാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും ചെയ്യുന്നതും, നീ അത് വിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ പോവുകയാണ്. ഈ സമയം ശ്രേയ ഓഫീസിലെത്തുകയാണ്. അപ്പോൾ സ്റ്റാഫുകളെ എല്ലാവരെയും നോക്കുകയാണ്. അപ്പോൾ അതിൽ ആകാശ് മാത്രം വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സ്റ്റാഫിനോട് പറയാണ്, ആ ചെയർ എടുത്ത് മാറ്റി വെച്ചേക്ക് എന്ന് പറഞ്ഞു ശ്രേയ പോവാണ്. അപ്പോഴത്തേക്കും ആകാശ് ധൃതി പിടിച്ചുകൊണ്ട് അവിടേക്ക് വരിക കേട്ടോ. അങ്ങനെ ആകാശ് ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവിടെ ചെയർ കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളോട് ചോദിക്കുകയാണ്, അല്ല ഇവിടെ ഇരുന്ന എൻ്റെ ചെയർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ആ പിയൂണിനോട് ചോദിച്ചോ എന്ന് പറയട്ടെ. അങ്ങനെ പിയൂണ് വരുന്ന സമയത്ത് അല്ല എൻ്റെ ചെയർ എവിടെ എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ തന്നെയാണ് എടുത്തു മാറ്റിയത്, നീ എന്താ വിചാരിച്ചത്, എൻ്റെ ചെയർ ഇങ്ങ് എടുത്തു കൊണ്ടുവാ എന്ന് പറയുമ്പോൾ അത് പിന്നെ മേഡമാണ് പറഞ്ഞത്, 10 മണിക്ക് ശേഷം ആര് വന്നാലും പിന്നെ അവർക്ക് ഇരിക്കാൻ ചെയർ കൊടുക്കരുത്, അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്, എന്നോട് ഒന്നും തോന്നരുത് സാർ എന്ന് പറയുമ്പോൾ ആകാശ് ശ്രേയയുടെ ഓഫീസിലകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ എവിടേക്കാണ് സാറ് പോകുന്നത്, എനിക്ക് ഓഫീസറെ ഒന്ന് കണ്ട് സംസാരിക്കണം, മേഡത്തിനോടൊന്ന് സംസാരിക്കാനാണ്. വേണ്ട സാർ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ഓഫീസിൽ വെറുതെ പ്രശ്നമുണ്ടാക്കരുത്. എന്ത് പ്രശ്നം, ഞാനല്ലല്ലോ പ്രശ്നമുണ്ടാക്കുന്നത്, നിങ്ങളീ പറയുന്ന മേഡമല്ലേ, ഒരു ഗവൺമെൻറ് ഓഫീസല്ലേ, അല്ലാതെ കോർപ്പറേറ്റ് ഓഫീസൊന്നുമല്ലല്ലോ, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ എടുക്കാൻ എന്ന് പറയുമ്പോഴാണ് ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ശ്രേയ പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ശ്രേയ പറയണം, ഇത് ഗവൺമെൻറ് ഓഫീസ് തന്നെയാണ്, അല്ലാതെ കോർപ്പറേറ്റ് ഓഫീസൊന്നുമല്ല, പക്ഷേ ഗവൺമെൻറ് ഓഫീസിൽ ഇന്ന നിയമം വേണം, കോർപ്പറേറ്റ് ഓഫീസിൽ ഇന്ന നിയമം വേണം എന്നുള്ള എന്തെങ്കിലും നിബന്ധനകളുണ്ടോ, ഇത് ഗവൺമെൻറ് ഓഫീസ് ആയതുകൊണ്ട് ഞാൻ ഇന്ന സമയത്താണ് വരൂ, ഇന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോവുകയും ചെയ്യും, അങ്ങനെ വല്ല നിബന്ധനകളുമുണ്ടോ, നിങ്ങൾ ആരും ഇവിടെ ഫ്രീ ആയിട്ടൊന്നുമല്ലല്ലോ ജോലി ചെയ്യുന്നത്, കൃത്യമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ശമ്പളം എത്തുന്നില്ലേ, എല്ലാവരും കൃത്യസമയത്ത് 10 മണിയാവുമ്പോഴത്തേക്കും ഓഫീസിലെത്തണം, അത് ഇവിടുത്തെ നിയമം തന്നെയാണ്. ആകാശ് പറയണ്, അങ്ങനെ കൃത്യസമയത്ത് 10 മണിയാവുമ്പോഴത്തേക്കും എനിക്ക് ഇവിടേക്ക് വരാൻ ഇന്നലെ രാത്രിയിൽ ഒരു ആവശ്യവുമില്ലാതെ പാതിരാത്രിയിൽ എന്നെ വിളിച്ചു വരുത്തി, ഇന്ന സ്ഥലത്ത് ജോലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയില്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാണ് 10 മണിയാവുമ്പോഴത്തേനും വരിക എന്ന് ചോദിച്ചപ്പോൾ ശ്രേയ പറയണ്, ആ സ്ഥലങ്ങളിലെല്ലാം വൃത്തിയായിട്ട് കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നീയാണ് അത് അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും, ഇന്നത്തെ ജോലി ചെയ്യാതിരുന്നാലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലാതെ ഇതിന് മുനിസിപ്പാലിറ്റി ഓഫീസറെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്തേ പറ്റൂ, അല്ലാതെ നിങ്ങൾക്ക് ആർക്കും പുതിയ ജോലിയൊന്നും തന്നിട്ടില്ലല്ലോ, അതിന് ഓരോ കാരണങ്ങളൊന്നും പറയേണ്ടതില്ല, രാത്രിയിൽ ഉറക്കമൊഴിച്ച് ജോലി ചെയ്യേണ്ടി വന്നത് അത് നിങ്ങളുടെ ശ്രദ്ധ കുറവുണ്ട്, അതുകൊണ്ട് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും ഓഫീസിലേക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാലൊന്നും അതൊന്നും ഇവിടെ സ്വീകരിക്കുന്നതല്ല, നിങ്ങൾ എല്ലാവരും രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ സീറ്റിൽ ഇരുന്നിരിക്കണം, അല്ലാതെ നിങ്ങൾ ആരും 5 മണിയാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നിങ്ങൾ പോകുന്നുണ്ടല്ലോ, അതുപോലെ രാവിലെയും 10 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ വന്നിരിക്കണം, 10 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെയർ പിന്നെ അവിടെ ഉണ്ടാവില്ല, പിന്നെ നിങ്ങൾക്ക് നിന്ന് ജോലി ചെയ്യേണ്ടി വരും, അതല്ല നിങ്ങൾക്ക് നിന്ന് ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ലീവിന് എഴുതി കൊടുത്തു പോയിക്കോളൂ, ആരെങ്കിലും എന്തെങ്കിലും വളവത്തരം കാണിച്ച് ഓരോരുത്തരുടെ സീറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പിയൂൺ എന്നോട് നിങ്ങൾ പറഞ്ഞാൽ മതി, പിന്നെ അവർക്ക് എന്നേക്കുമായി സീറ്റ് ഇല്ലാതാക്കാനൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ പോകുമ്പോൾ ആകാശ് പറയാണ്, ഒരു നിമിഷം മേഡം, ഈ റൂൾസുകളൊക്കെ എനിക്ക് മാത്രമാണോ ബാധകം എന്ന് ചോദിക്കുമ്പോൾ ശ്രേയ പറയണ, അല്ല ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും ഇത് ബാധകമാണെന്നും പറഞ്ഞ് ശ്രേയ പോവണം. ആകാശ് നിന്നുകൊണ്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ആകാശിന് കാലൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ട്, കാലിൽ മുറിവ് പറ്റിയത് കൊണ്ട് നിന്നുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ കാല് വല്ലാതെ വേദനിക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ സഹിച്ചു പിടിച്ചുകൊണ്ട് ആകാശ് അവിടെ നിന്നുകൊണ്ട് ജോലി ചെയ്യുകയാണ്. ഈ സമയം അനു ഫോണിലൂടെ അനുവിൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടുകാരി പറയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാം, എന്നിട്ട് നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പോവാം എന്നൊക്കെ പറയട്ടോ. അപ്പോഴാണ് ചാരു മുളക് പൊടി പൊടിച്ചു കൊണ്ടുവന്നത് ഉണക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏട്ടത്തി എവിടേക്കാണ് പോകുന്നത്, ഞാൻ ഈ മുളക് പൊടി ഒന്ന് ഉണക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയട്ടോ. അത് കേട്ടും കൊണ്ട് ഹേമ വരികയാണ്. അപ്പോൾ ഹേമ അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഹേമ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവള് പൊടി ഉണക്കാനാണോ പോകുന്നത്, എങ്കിൽ ഇവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഫാൻ എടുക്കാൻ വേണ്ടി പോവാണ്. ആ
ടേബിൾ ഫാനിൻ്റെ ചുവട്ടിൽ രമേശൻ കാറ്റ് കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഹേമ അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ രമേശൻ ചോദിക്കുകയാണ്, എന്തിനാണ് അപ്പച്ചി അത് എടുത്തുകൊണ്ട് പോകുന്നത്? ഞാൻ കാറ്റ് കൊള്ളുകയല്ലേ. നീ എന്താ കാറ്റ് കൊണ്ട് സുഖിക്കാൻ മാത്രം? നീ ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയില്ലേ? നീ എന്താ വല്ല നൈറ്റ് ഡ്യൂട്ടിക്കും പോയിരുന്നോ? എണീറ്റ് പോടാ അവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ആ ടേബിൾ ഫാൻ എടുത്തുകൊണ്ട് ഹേമ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചാരു ആണെങ്കിൽ മുളക് പൊടി ഇങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹേമ ചാരു കാണാതെ ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടുത്തെ സ്വിച്ചിൽ ടേബിൾ ഫാൻ കുത്തി വെക്കുകയാണ്. എന്നിട്ട് അത് ഓണാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ചാരുവിൻ്റെ നേരെ ആക്കിയിട്ടാണ് ആ ടേബിൾ ഫാൻ വെക്കുന്നത്. അത് ഓണാക്കി കഴിഞ്ഞാൽ ആ മുളക് പൊടി മുഴുവനായിട്ടും ചാരുവിൻ്റെ ദേഹത്തേക്ക് പറന്നു പോവും. അത് കണ്ണിലും മൂക്കിലും ഒക്കെ ആയിട്ട് അവൾ നിലവിളിക്കും. അവൾ ചുട്ടു നീറിയിട്ട് ഇവിടെ കിടന്ന് പൊളയ്ക്കും. അതാണ് എനിക്ക് കാണേണ്ടത് എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ആ ഫാനിൻ്റെ സ്വിച്ച് ഓണാക്കുകയാണ്. പക്ഷേ ഇവൻ്റെ ഒരു അലർച്ചയോ സൗണ്ടോ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇതെന്തു പറ്റി? ഇതെന്ത് മറിമായം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ടേബിൾ ഫാനിലേക്ക് നോക്കുമ്പോഴാണ് കറണ്ട് ഇല്ല എന്നുള്ള കാര്യം ഹേമക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഹേമ മനസ്സിൽ ചിന്തിക്കാൻ, ഈ കറണ്ടിന് പോവാൻ കണ്ട ഒരു നേരം, ഈ സമയത്ത് നല്ല ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരമായിരുന്നു ചാരുവിന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ കറണ്ട് വരുമെന്ന് നോക്കാം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഹേമ അവിടെ മറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചാരു അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇവളെന്താ താഴേക്ക് പോകുന്നത്? അപ്പോഴാണ് ചാരു സ്വയം പറയുന്നത്, അയ്യോ മല്ലിപ്പൊടി എടുത്തില്ലല്ലോ, അതുകൂടി ഇവിടെ കൊണ്ടുവന്ന് ഉണക്കാം എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ അപ്പോൾ അവൾ തിരിച്ചു വരും. അപ്പോൾ പിന്നെ കറണ്ട് അപ്പോഴത്തേക്കും വരും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഹേമ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അനു താഴെ നിൽക്കുന്നത്. എന്നിട്ട് ചാരു പറയണ, ഞാൻ അവിടെ മുളക് പൊടി ഉണക്കിയിട്ടുണ്ട്, അവിടെ കല്ല് വെക്കാൻ മറന്നു, നീ ഒന്ന് പോയി ശ്രദ്ധിക്കുക, അപ്പോഴത്തേക്ക് ഞാൻ മല്ലിപ്പൊടി എടുത്തുകൊണ്ട് അവിടേക്ക് വരാം എന്ന് പറയട്ടോ. അങ്ങനെ അനു നേരെ ചെല്ലാണ്. അനുവിനെ കണ്ടപ്പോൾ ഹേമ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളിപ്പോൾ എന്തിനാ ഇവിടേക്ക് വരുന്നത്? കറണ്ടെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇവളുടെ മുഖത്തേക്കാണല്ലോ ആ മുളക് പൊടി മുഴുവനും പറന്നു പോവുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അനുവിനെ എങ്ങനെ പറഞ്ഞയക്കും? അനുവിനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചാലാണെങ്കിലോ അനുവിന് സംശയവും വരും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഹേമ നിൽക്കുക കേട്ടോ. എന്നിട്ട് ഹേമ പുറത്തേക്ക് വരികയാണ്. എന്താ അനു നീ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഏട്ടത്തി താഴേക്ക് പോയതാണ് മല്ലിപ്പൊടി എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ എന്നോട് ഇവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഇതെങ്ങാനും പറന്നു പോകുമോ കാറ്റിന് എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇവിടെ നിന്നതാണ്. നീ ഇപ്പോൾ ഇവിടെ നിൽക്കാതെ നീ പൊയ്ക്കോ. നീ നിൻ്റെ കൂട്ടുകാരി വന്നിട്ട് പോകണമെന്ന് പറഞ്ഞതല്ലേ, നിൻ്റെ കൂട്ടുകാരി വരാറായിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴാണ് അനുവിൻ്റെ കൂട്ടുകാരി വന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അനു പറയണ്, എന്നാൽ അമ്മ ഇത് നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അനു താഴേക്ക് പോവാട്ടോ. അപ്പോൾ ഹേമ മനസ്സിൽ സ്വയം പറയാണ്, ചാരു ഇപ്പോൾ വരും, അപ്പോഴത്തേക്കും കറണ്ട്, എന്നിട്ട് അവൾക്ക് മുട്ടം പണി കിട്ടുന്നത് കാണുകയും ചെയ്യാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ബാലൻ വരുന്നത്. അപ്പോൾ ഹേമ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇയാളിപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വരുന്നത്? ഇതിപ്പോൾ എൻ്റെ പ്ലാനുകളൊക്കെ കുളമാകുമോ എന്ന് മനസ്സിൽ ചിന്തിച്ച് നിൽക്കുമ്പോൾ ബാലൻ പറയണേ, ഇതെന്താ ഈ മുളക് പൊടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്? പുറത്ത് മഴ ചാറുന്നുണ്ട്, അതിൻ്റെ ഈർപ്പം ഇതിലേക്ക് മുളക് പൊടി എടുത്തു വെക്കുക. ആരാണ് ഇത് ഇവിടെ കൊണ്ട് ഉണക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഹേമ പറയണേ, നിങ്ങളുടെ ബുദ്ധിമതിയായ ചാരുവാണ് ഇവിടെ കൊടുന്ന് ഉണക്കിയത്. അവളല്ലേ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറയുമ്പോൾ ബാലൻ പറയണേ, അത് ആ സമയത്ത് നല്ല വെയിലുണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ചാരു ഇവിടെ ഉണക്കിയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ ഏതായാലും മഴ നല്ല തൂളിക്കുന്നുണ്ട്, നീ ഇതൊക്കെ എടുത്തു വെക്കുക എന്ന് പറയട്ടോ. അങ്ങനെ ഹേമ മനസ്സില്ലാ മനസ്സോടെ അതൊക്കെ എടുത്തു വെക്കുകയാണ്. അപ്പോഴൊന്നും കറണ്ട് വന്നിട്ടില്ല. അങ്ങനെ ഹേമ എടുത്തു വെക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് കറണ്ട് വരുന്നത്. അപ്പോഴത്തേക്കും ബാലൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഹേമയുടെ നിലവിളി കേട്ടും കൊണ്ട് ബാലൻ അവിടേക്ക് വരുമ്പോഴാണ് നിറയെ മുളക് പൊടിയൊക്കെ തൂളിച്ചുകൊണ്ട് ഹേമയുടെ ദേഹത്തേക്ക് മുളക് പൊടി മൊത്തത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓടിപ്പോയി ബാലൻ ഫാൻ ഓഫാക്കുകയാണ്. ആരാണ് ഈ മണ്ടത്തരം കാണിച്ചത്? ആരാണ് ഇവിടെ ഫാൻ ഓണാക്കിയിട്ടത് ചോദിക്കുകയാണ്. അപ്പോൾ ഹേമയുടെ ആ ഒരു കരച്ചിലിൻ്റെ സൗണ്ട് കേട്ട് ചാരുവും അശ്വതിയും രമേശനൊക്കെ ഓടി വരികയാണ്. ഹേമ കുഴിച്ച കുഴിയിൽ ഹേമ തന്നെ വീഴുകയാണ്. ചാരുവിന് വെച്ച കെണിയിൽ ഹേമ തന്നെ വീഴുകയാണ്.